പിന്നെ ഒരു തെറ്റിദ്ധാരണയാണ് എത്ര പെങ്ങൾ നമ്മൾ വ്യത്യാസമോ ക്ഷേമമുള്ളൊരു മൂന്നാലെണ്ണം തന്നെ പറയാഞ്ഞാൽ ഈ ചോദ്യം ബാക്കിയാവുമല്ലോ. എത്ര പെങ്ങൾ നമ്മളുള്ള വ്യത്യാസം പിന്നെ നിങ്ങൾക്കാണ് ഒന്നായിക്കൂടെ? ഒരു വ്യത്യാസം പറയുമ്പോൾ പറയേണ്ടി വരുമല്ലോ. പിന്നെ ഇത് ഉൾപ്പെടുത്തിയായിട്ട് കാര്യമില്ല. ഷംസുൽ ഉലമ ഗാഫുറ എന്ന് പറഞ്ഞു ഇപ്പം നേതാക്കന്മാർ ഞങ്ങൾ പറഞ്ഞില്ല. ഷംസുൽ ഉലമ വമ്പിച്ച മഹാപണ്ഡിതനും വിലായത്തുള്ള ഒലിയുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മംഗലാപുരത്തിൽ വെച്ച് ഇതിനെ ഗണ്ണിച്ചു. ഗാഫുറ എന്ന് പറഞ്ഞാൽ 8 ലക്ഷം ആളുകളാണ് മംഗലാപുരം ആ സ്ഥലത്ത്. ഷംസുൽ ഉലമൻ എങ്ങനെ പറഞ്ഞോ ആ ദേശത്തിന് വേണ്ടി അവിടെ അന്ന് കൂടിയ ആള്. അത്രയധികം ആ ഗ്രൗണ്ടിൽ ജനം മുമ്പ് കൂടിയില്ല എന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞില്ല. ഷംസുൽ ഉലമ ഗാഫുറാണ്. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാൻ അത്തും പുത്തുമാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ? അത് മുജാബുദ്ദഅവയായ ഒരു മഹാനാന്നാ പറഞ്ഞത്. ഇന്നിവിടെ നടപ്പിലുള്ള സകല മുസഹഫുകളും റസ്മു ഉസ്മാനിയ്യ, ഇന്ന് സാധാരണ നമ്മളെ വരയിലൊക്കെ നടക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, അത് റസ്മു ഉസ്മാനിയല്ല. അത് മുഴുവൻ അതിൽ ഓതൽ ഹറാമാണ്, അത് ചുട്ടുകരിക്കേണ്ടതാവുന്നു എന്ന മറുഭാഗം പറഞ്ഞു. ഞങ്ങൾ സംഭവിച്ചിട്ടില്ല. അതിവിടെ മഹദൂമികളെയും വേറുള്ള മഹാന്മാരെയും കാലത്ത് വളരെയധികം ഓരി ഉപയോഗിച്ചു വന്നിരുന്ന റസ്മു ഉസ്മാനി അല്ലെങ്കിലും അംഗീകരിച്ച് പോന്നതാണ്. അത് ചുടുകയെ അതിൽ ഓതൽ ഹറാമോ ഒന്നുമില്ല. എന്നാൽ ഈ ചുടണം എന്ന് പറഞ്ഞാൽ പോയി വിട്ടുക്കണോ? അതല്ല ഉൾമ വീട്ടിൽ വിട്ടിട്ടുമില്ല. പിള്ളാർ അവിടെ പോയി നോക്കി ആ ദർഗയിലൊക്കെ നിറച്ച് റസ്മു ഉസ്മാനി അല്ലാത്ത മുസായഫ് വർഷങ്ങളെന്താ ഇതൊക്കെ ചുട്ടിടില്ലേ? ആ ചുട്ടിടിയിലതൊക്കെ നിങ്ങൾ ചുട്ട് കാണിക്കണ്ടേ? മർക്കസിലും മറ്റൊക്കെ പല കിതാബുകളും ഉണ്ടല്ലോ. റാസിയുണ്ട്, ബൈളാവിയുണ്ട്, അതുപോലെ ഇബ്നു കസീറുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്നാൽ വലയിലും ഉണ്ട്. അതൊക്കെ റസ്മു ഉസ്മാനിയല്ല, മറ്റേ റസ്മാ. ഇതുകൊണ്ട് ചുട്ടിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള റസ്മു ഉസ്മാനി അല്ലാത്ത മുസാഫ് ധരിക്കണം, അതിൽ ഓതിൽ തെറ്റാണ്, ഞങ്ങൾക്ക് വാദമില്ല. ഇങ്ങനെ പല വിഷയത്തിലും ഞങ്ങൾ തമ്മിൽ എതിരുണ്ട്. എത്ര ഞങ്ങൾ തമ്മിൽ എതിരെന്ന് ചോദിച്ചാൽ പിന്നെ 5 മിനിറ്റ് കൊണ്ട് ലോകത്തിൽ കേരളത്തിൽ ഒന്നായിട്ട് ജില്ലാ ഖാദിലുണ്ടാക്കി ഞാൻ 5 മിനിറ്റ് കൊണ്ട്. കോഴിക്കോട് ജില്ലാ ഖാദി ഇജ്ജി, വയനാട് ജില്ലാ ഖാദി ഇജ്ജിക്കോ, മലപ്പുറം ജില്ല ഇജ്ജി. ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ട് 35 ഖാദിമാരുണ്ടാക്കാന്ന് ഞങ്ങളെ മോശില്ല. അങ്ങനെ പല മസ്സലയും ഞങ്ങൾ തമ്മിൽ എതിരുണ്ട്. നിങ്ങൾക്ക് ചോദിച്ചാലുള്ള ചില ആളുകൾക്ക് ചോദിച്ചാൽ എത്താ നിങ്ങൾ തമ്മിൽ എതിര് ആണ് അന്നായിക്കൂടെ അവരോടെന്ന് പറഞ്ഞാൽ ആരായി അനയിക്കുണ്ടാക്കിയത്? എന്നും ഏത് സമയത്തും സമസ്തന് ഇതാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളെ ഗാഫറ എന്ന് പറഞ്ഞവരോടുകൂടി അനൈക്യത്തിന് തീർക്കാൻ വേണ്ടി, ഐക്യത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ പൊതുപ്രശ്നങ്ങളിൽ സമസ്ത മുസ്ലിം പൊതുപ്രശ്നങ്ങളിൽ ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റ് സംഘടനകളുമായി സഹകരിക്കണമെന്നത് സമസ്തയുടെ ഭരണഘടനയിൽ തന്നെ പരാമർശിച്ച കാര്യമാണ്. ഭരണഘടനയിൽ തന്നെ ഉണ്ട്. പൊതു ആവശ്യത്തിന് വേണ്ടി എല്ലാ ആളുകളുമായി സഹകരിച്ചുകൊണ്ട് അവിടെ മുന്നേറണം. പ്രമാദമായ ഷാബാനു ബീഗം കേസിൽ സുപ്രീം കോടതി വിധി ശരിയാത്തിനെതിരാകുകയും രാഷ്ട്രീയ രംഗത്തെയും സാംസ്കാരിക രംഗത്തെയും പ്രമുഖർ ശരിയാത്തിനെതിരെ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി യായുദ്ധ ഷെയ്ഖുന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഇതര പ്രസ്ഥാനക്കാരുമായി വേദി പങ്കിട്ടതിന്റെ പേരിലാണ് വിഘടിതർ പ്രശ്നമുണ്ടാക്കിയത്. എത്തിനങ്ങൾ പ്രശ്നം ഉണ്ടാക്കി, എന്തിനങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരിപ്പോ ഇരുട്ട് തപ്പുക, എന്താന്ന് പറഞ്ഞില്ല. ഇതാണ് പ്രശ്നം ഉണ്ടാകാൻ കാരണം. ഇപ്പോൾ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ പറയുന്നത്
സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആശയപ്രചാരണത്തിനും പ്രതിരോധത്തിനും വഖഫ് ബോർഡ്, ഹജ്ജ് കമ്മിറ്റി, പാഠപുസ്തകം കമ്മിറ്റി, സംവാദം, ഖണ്ഡനം, ചർച്ച തുടങ്ങിയ വേദികളിലും ഒരുമിച്ച് കൂടുന്നത് ആരും എതിർത്തിട്ടില്ല. സാബാനു കേസിലൊക്കെ എതിർത്തത് ഇതാ. മുജാഹിദുമായി സ്റ്റേജ് പങ്കിട്ടു. ഈ ഒരു അർത്ഥമില്ലാത്ത വാദം കൊടുത്തുകൊണ്ടാണ് അവർ അനൈക്യത്തിൽ കൂടെ നീങ്ങിയത്. ആ ഫിത്നൊക്കെ ഉണ്ടാക്കിയത് അവരാ. അതിന്റെ പുറമെ അവർക്കുള്ള നേതാവായ ഫസ്ല് പൂക്കോയ ആ വേദിയിലുണ്ടായിരുന്നു. ആ പങ്കിട്ടുകൊടുത്തു. ശംസുൽ ഉലമ പങ്കിട്ട് മാത്രം തെറ്റു. നിങ്ങളെ പ്രസിഡന്റ് പങ്കിട്ടതോ തെറ്റില്ല. മംഗലാപുരത്ത് അങ്ങനെ ഒരു പങ്കിടലുണ്ടായില്ലേ, അതിലുള്ളത് തങ്ങളുണ്ടായില്ലേ, ഇവരെ കൂടെ പങ്കിട്ടുപോയി. നിരക്കളില്ല. ശംസുൽ ഉലമ പങ്കിട്ടുപോയി. അതോടുകൂടെ അങ്ങോട്ട് ഇതാണ് ഇപ്പം ആകെ ഈ കിട്ടേണ്ട കാരണം. എന്നാലും ശരി, ന്യായപ്പെട്ട രീതിയിലാണെങ്കിൽ നമുക്ക് ഇനി ഐക്യാകാം. ഇവിടെ കോൺഗ്രസ് ഇപ്പം 2-3 ആയിണല്ലോ. ഏതോ ഒരു കോൺഗ്രസ് നേതാവ് വേറൊരു നേതാവിനെ കണ്ടപ്പം ഒരു ബാക്ക വീഴ്ചയാണ്ട് ആളെ കൊടുത്തു. ഇന്നാളിയാ. അതുകൊണ്ട് ഇപ്പം എങ്ങനെയാ കോൺഗ്രസ് രണ്ടുകൂടി ഒന്നാവൂ? ഇതാ നിങ്ങളെ നട്ടം. INL-ഉം ലീഗും ഇവിടെ 2 പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു നേതാവ് കണ്ടപ്പോൾ മറ്റേ നേതാവിനെ കണ്ടപ്പോൾ തമ്മിൽ ചർച്ചയാണ്ട് ഒരു തക്കാളി അറ്റാക്ക് കൊടുത്തു. അയാൾ ഒന്നും ചെയ്തു, ഫോട്ടോ കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ രണ്ടും ഒന്നായപ്പം ഇങ്ങനെ വായക്കണ്ട കണ്ടം, അതല്ലെങ്കിൽ ഒന്നിച്ച് നിന്നാണ്ട് ഫോട്ടോ എടുക്കൽ, ഇതൊക്കെ കാട്ടിയിട്ട് ഐക്യായിപ്പോയി എന്നല്ലാണ്ട് പല പ്രാവശ്യം ഇപ്പം കുഞ്ഞാലിക്കുട്ടി അടുത്ത് ഞങ്ങളെ വിളിച്ചു ഒരു ഐക്യസമ്മേളനം നടത്തിയാള് 3-4 ഞങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുത്ത് ഐസൻ ഹോട്ടലിൽ ചെന്ന് നമ്മളാളുകൾ ചെന്നിരുന്ന് വന്നില്ല. എന്നിട്ട് മലപ്പുറത്ത് വെച്ച് കുഞ്ഞാലിക്കുട്ടി എന്നെ പറഞ്ഞു, ആ ഐക്യം എന്തായി എന്നിപ്പോ എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ എങ്ങനെ ആയപ്പോ നമ്മളെന്താ കാട്ടില്? അപ്പൊ നിങ്ങളെ വിത്തനാക്കാൻ വേണ്ടി ഞാൻ നുണിയും പറഞ്ഞ് കുറെ പണച്ചാക്കും നുണച്ചാക്കും ഒക്കെ വഴിയിലുണ്ട്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തും. പിന്നെ അന്താരാഷ്ട്ര മൗലൂദ്, ഇത് നിങ്ങൾ പേടിച്ചാൽ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാദുണ്ടാവും, അത് പറയാൻ അന്താരാഷ്ട്ര സ്വലാത്തുണ്ടാവും, പരയാതി ഉണ്ടാവും ഇവിടെ. കാരണം പൈസയും മറ്റും വർഷമൊക്കെ ഉണ്ടല്ലോ. ആ വരുന്ന കോജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മളെ നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമന്റെയും ഗണ്യത്തിന് രോമത്തിനില്ല നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. പല കുപ്പായക്കാരും കാട്ടിക്കണ്ട് അന്താരാഷ്ട്ര മൗലൂദ് എന്ന് പറയും. നിങ്ങൾ പേടിച്ചാൽ മതി. അവരൊക്കെ തന്നെ പറഞ്ഞിരുന്നു ആലിമുൽ ആലം, ശംസുൽ ഉലമനെ പറ്റി ആലിമുൽ ആലമാണ്, ലാ ആലിം കേരള. അവർ പറഞ്ഞ ഒരു കൂട്ടത്തിൽ വലിയൊരു ഈറുള്ള ആരുണ്ടാണ് മാലിക്ക്, മുഹമ്മദ് മാലിക്ക്. അയാള് നമ്മളെ മാനൂലിൽ സഹിതം ശംസുൽ ഉലമ അയാളെ എടുത്തുപോയി. എൻ്റെ ഫോട്ടോ കൂടിയുണ്ട്. അയാളെ കണ്ടപ്പം ശംസുൽ ഉലമന്റെ കൈ പിടിച്ച് മുത്തായാൾക്ക് പേടി, ഉറപ്പിൽ. ഞാൻ കൈ മുത്താൻ മാത്രമല്ല, മൂപ്പര് ഉപയോഗിക്കുന്ന വടി എടുക്കണമെന്ന് മുത്തി മാലിക്ക്. എന്തെങ്കിലും വടി പിടിച്ചു അത്ര കയ്യൊന്നും മുറിച്ച് മുത്താൻ മാത്രമേ ഞാൻ ചെല്ലു. ഇപ്പൊ ഏത് ഹോജാക്കന്മാരവരിവിടെ കൊടന്നുകാണ്ട് ലോകമാ ഹെദ്ദാദ് നടത്തിയാലും ലോകമാ മൗലൂദ് നടത്തിയാലും നിങ്ങളതിൽ ബേജാറാണ്. അന്ന് നമ്മളെ നേതാക്കന്മാരെ അടുത്ത് കിടക്കാൻ മാത്രമല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. പൈസയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴിയും. അപ്പൊ അതിൽ ഒന്നും വഞ്ചിതരാവാതെ ഐക്യത്തിന് എപ്പോഴും നമ്മൾ തയ്യാറാണ്. അതിന്റെ കർമ്മപ്രകാരമാണെങ്കിൽ ഒരു 10-20 കൊല്ലായി ഇപ്പൊ അനൈക്യം ഇങ്ങനെ ഒരുപാട് സംസാരിക്കാനുണ്ടാവും. ഇപ്പൊ മുജാഹിദും തമ്മിൽ ഐക്യമായി ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ പേപ്പറിലൊക്കെ കുറെ കാര്യങ്ങളിൽ അവർ ചർച്ച ചെയ്ത് ചില നേതാക്കന്മാരൊക്കെ കൂടി റെക്കോർഡുകളൊക്കെ പരിശോധിച്ച് ഇനിയും റെക്കോർഡുകളിലുള്ളതൊക്കെ പഴയ മുജാഹിദ്, ഇനി റെക്കോർഡുകളിലുള്ളതൊക്കെ ഇവർക്ക് കൂടുതൽ സ്വാധീനമുള്ളതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അത് ബൽക്ക്
ഇങ്ങനെ പലതും വെച്ചുകൊണ്ട് അതിനൊരു ഉത്തരവാദിത്തത്തിൽ നീങ്ങാതെ ഒരു വാക്കനെണ്ണ കൊണ്ട് ഒക്കെപ്പാടെ ഐക്യപ്പോയി എന്ന് പറഞ്ഞ് പോയാൽ എവിടുന്നാണ് ശരിയാണ്? ആ യാതി ഐക്യത്തിന് ഞങ്ങൾ കാര്യമായ ഈ ചർച്ച ചെയ്തിട്ട് ഓരോന്നിനും അതിനോരോ നിയമപ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും തയ്യാറാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എന്റെ ചെറുപ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.